ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഫാബ്രിക് പെയിന്റ് ചെയ്ത സാരീസ് ഒന്നും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണ ഫാബ്രിക് പെയിന്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ സാരീസ് ആണ്. അപ്പോൾ എല്ലാം റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ കോട്ടൺ ചെക്ക് കോട്ടൺ സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡിലെ ഫാബ്രിക് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഓഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്, ഫാബ്രിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ്, നല്ല വലിയ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫാബ്രിക് പെയിന്റ് ചെയ്ത, ഇതിങ്ങനെയാണ് മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈനാണ്. നല്ല പിങ്കിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് പിങ്കും അതിൻ്റെ ഷെയ്ഡിങ്ങും യെല്ലോ കളർ നടുക്കും അതിന് ചുറ്റും ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഗ്രീൻ ലീവ്സും നല്ല ഫ്ലോലെസ് ആയിട്ട് നമ്മൾ ഒറ്റയടിക്ക് പെയിൻറ്റ് ചെയ്ത് പോകുന്നവരെ നിർത്തി ചെയ്യണതല്ല, നല്ല ഫ്രീ ഹാൻഡ് പെയിൻറ്റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് മുന്താണിയിൽ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ, സെയിം ഡിസൈൻ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മുന്താണിയിൽ അപ്പുറത്തെ സൈഡിലുണ്ട്. രണ്ട് പോർഷനിലും ഡിസൈനിങ് ഉണ്ട്. ഇവിടെ വന്നപ്പം മുന്താണിയിൽ കാണുന്ന പോർഷനിൽ 3 ഫ്ലവർ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ 2 ഫ്ലവർ ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനും വന്നിട്ടില്ല. പിന്നെ വന്ന് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. കാണിച്ചു തരാം ഞാൻ. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുമ്പം അവിടുന്ന് ആ സൈഡിൽ നിന്ന് മേളിലോട്ടായിട്ടാണ് ഡിസൈൻ ഇരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വെച്ച് കാണിക്കാം, അതിൽ ഏറ്റവും ലാസ്റ്റ് വെച്ച് കാണിക്കാവേ. ഇങ്ങനെ ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലെ ഡിസൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബാക്കിലോട്ട് പോകുന്ന പോർഷനിൽ ഒരു ഡിസൈൻ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ട്. അത് പിന്നെ പ്ലീറ്റ്സിലും ഉണ്ട്, രണ്ട് സിംഗിൾ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ പ്ലീറ്റ്സിൻ്റെ ഇടയിൽ ഒരെണ്ണം അവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ എന്താ നമ്മുടെ കാലിൻ്റെ താഴത്തെ പോർഷനിലായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലത്തെ അതിൻ്റെ അകത്ത് ഫുൾ ഡിസൈൻ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ എന്താ ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ ഒരു കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു എന്താ നമ്മുടെ പെയിൻറ്റിങ്ങിന് കുറച്ചും കൂടെ പ്രൊജക്ഷൻസ് കിട്ടും. എന്നിട്ട് നല്ല ജ്വല്ലറി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ വെച്ചൊന്ന് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നമ്മുടെ ദേഹത്ത് വെക്കുമ്പോൾ ഉടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബ്ലൗസ് ഈ ഒരു കളർ ബ്ലൗസ് പീസും കൂടെ ഇട്ടിട്ട് ഉടുക്കുവാണെങ്കിൽ ഇത് മാതിരിയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ടിൽ ഷോൾഡറിൻ്റെ അവിടുന്ന് ഇങ്ങനെ താഴത്ത് ഫുള്ളും ആയിട്ട് ഡിസൈനിങ് വരുന്നതായിരിക്കും. ഇതുപോലെ ഡിസൈനിങ് വരും. അപ്പോൾ ഈ ഒരു കളർ ബ്ലൗസ് പീസും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുപ്പുണ്ടാകും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1480 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാം. ഇനി അടുത്ത സാരി വന്നിട്ട് ഒനിയൻ പിങ്കിൻ്റെ തന്നെ ഒനിയൻ പിങ്ക് സാരിയാണ്. ചെക്ക് കോട്ടൺ തന്നെ വേണം മെറ്റീരിയൽ, കോട്ടൺ മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ഇതിൽ കൂടെ കുറച്ചും കൂടെ കൂടുതൽ ഡിസൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഓറഞ്ച് ഒനിയൻ പിങ്ക് സാരിയിനകത്ത് ഓറഞ്ച് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും കൂടെ വരുന്ന ഫ്ലവേഴ്സാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നടുക്ക് ഒരു ലൈറ്റ് ലെമൺ യെല്ലോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ ഇത് വെച്ചിട്ടാണ് നടുക്ക് നമ്മൾ ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും ഡബിൾ ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും കൂടെയാണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കുറച്ചും കൂടെ കുറവ് ഒരു ബഞ്ചാണ് ഈ മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മുന്താണിയുടെ രണ്ട് സൈഡിലും ഈ ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ അകത്ത് റണ്ണിങ് പോർഷനിൽ ആദ്യത്തേന് റണ്ണിങ് പോർഷനിൽ ഡിസൈൻ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് റണ്ണിങ് പോർഷനിൽ ഡിസൈനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഡിസൈൻ കുഞ്ഞു ഡിസൈൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാരിയുടെ ഇടയ്ക്ക് ഇതുപോലത്തെ ഡിസൈനിങ് കാണാം. അവിടെ ഒരു ഡിസൈൻ, പിന്നെ ഒരു ഡിസൈൻ ഇവിടെ, അങ്ങനെ കുഞ്ഞു ഡിസൈൻസ്, ഇവിടെ ഒരു ഡിസൈൻ,
അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് കാലിൻ്റെ അവിടെ ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷൻ തൊട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ വരെ നീളത്തിലൊരു 18 ഇഞ്ചസ് നീളത്തിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് വന്നിരിക്കും. അപ്പം ലെഫ്റ്റ് ലെഗ് തൊട്ട് റൈറ്റ് ലെഗ് വരെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനിങ് എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലും ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ അടിയിലും നല്ല ഡിസൈനിങ് ആണ്, അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്, പല്ലുവിൻ്റെ 2 സൈഡിലും ഉണ്ട്. അങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിലും നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഉടുക്കുവാണെങ്കിൽ ഇതിന് സെയിം കളർ ബ്ലൗസ് പീസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഇട്ട് അത്രയ്ക്ക് ഒരു എടുപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സെയിം കളർ ബ്ലൗസ് പീസ് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസ് വല്ലതും നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇങ്ങനെയായിരിക്കും ചെസ്റ്റിൽ വരുന്നത്. ഇതുപോലെയാണ് ചെസ്റ്റിൻ്റെ ഇവിടെ ഡിസൈനിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓറഞ്ചിനേക്കാൾ എനിക്ക് താല്പര്യം കൂടുതൽ ഈ സെയിം കളർ ബ്ലൗസ് പീസ് തന്നെയാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് 2 ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ സാരീസ്. ഇനി നമുക്ക് ഒരു സിൽക്കി കോട്ടൺ സാരി കാണാം. അതിൻ്റെ അകത്ത് ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ചിലവർക്ക് അപ്പോൾ അറിയത്തില്ല എന്താണ് ലേസ് വർക്ക് എന്നുള്ളത്. ലേസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേസ് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിന് പല പല റേറ്റ് ആയിരിക്കും മീറ്ററിന് വരുന്നത്. അപ്പോൾ ഈ ലേസ് മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ പാറ്റേൺ, ഇപ്പോൾ 2-3 ഫ്ലവർ ബഞ്ചായിട്ടിരിക്കുന്നതായിരിക്കും ഒരു ലേസിൽ വരുന്നത്. അപ്പോൾ ആ ഫ്ലവർ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാരിയിൽ ഫിക്സ് ചെയ്യുക. ആപ്ലിക്യൂ വർക്ക് എന്നും പറയാം. വേറൊരു മെറ്റീരിയൽ നമ്മുടെ സാരിയിലോട്ട് ഫിക്സ് ചെയ്യുക, വേറൊരു മെറ്റീരിയലോട്ട് ഫിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നതിനാണ് ആപ്ലിക്യൂ വർക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ ലേസ് കട്ട് ചെയ്തിട്ട് സാരിയിലോട്ട് വെച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ എംബ്രോയിഡറി ഏതാണ് ലീവ്സ് ഒക്കെ തയ്ക്കണമെങ്കിൽ അങ്ങനെ നോർമൽ എംബ്രോയിഡറി നമുക്ക് തയ്ക്കാം. അപ്പം അങ്ങനെ ചെയ്തൊരു സാരിയാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ഒരു ആഷ് കളർ സിൽക്കി കോട്ട സാരിയില്ലാത്ത ആഷ് ആൻഡ് യെല്ലോ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ആഷ് കളർ സിൽക്കി കോട്ട മെറ്റീരിയലിനകത്ത് യെല്ലോ കളർ ലേസ് ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലേസാണ് നമ്മൾ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ആയിരിക്കും എൻ്റെ അകത്ത് വെച്ച് പിടിപ്പിച്ചേക്കും, ഒട്ടിക്കുകയല്ല ചെയ്ത് തയ്ച്ച് തന്നെ പിടിപ്പിച്ചേക്കണത്. അതുകൊണ്ട് പറഞ്ഞു പോരും എന്ന് നിങ്ങൾ പേടിക്കണ്ട, ഇത് തയ്ച്ച് തന്നെ പിടിപ്പിച്ചേക്കണതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിലും ഇതുപോലെ തന്നെ ലേസ് ഒരു സിംഗിൾ ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. കൂടുതലൊന്നും തയ്ച്ചിട്ടില്ല, ഒരു സിംഗിൾ ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ മുന്താണിയിൽ ഈ ഒരു വലിയ പാറ്റേൺ കഴിഞ്ഞ് 2 ഫ്ലവർ അടുപ്പിച്ച് തന്നെ വീണ്ടും നമ്മൾ ലേസ് വെച്ച് തയ്ച്ചിട്ടുണ്ട് ചെരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഇതുവരെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നതാണ് ഇതുവരെ. ഇത്രയും ആയിട്ടാണ് ഷോൾഡർ പ്ലീറ്റ്. പിന്നെ ഫുൾ സാരിയിലും ഇതുവരെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ഒരു 10 ഇഞ്ച് മോർ ദാൻ 10 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുവരെ ഓരോരോ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ പ്ലീറ്റ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചു പോയേക്കുവാണ്. പിന്നെ ബോട്ടം വരുമ്പോഴാണ് ഇതുവരെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് തയ്ച്ചു പോയിട്ടുണ്ട്. പിന്നെ ബോട്ടം വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലോണം കാലിൻ്റെ അവിടെ, ഇതിപ്പോൾ ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് ലെഗിൻ്റെ താഴത്തെ പോർഷനിലും ഇതുപോലെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ യെല്ലോ ഷെയ്ഡ് ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു എടുപ്പ് കിട്ടുക. അത് ഇതൊരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഒരു കുഞ്ഞു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ സാരിയാണ്. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ്, കളർ കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് ആഷ് ആൻഡ് റെഡും ആഷ് ആൻഡ് യെല്ലോയും. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖത്തിന് തന്നെ ഒരു പ്രകാശം തോന്നും. അത് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2240 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത 2 സാരിയും കട്ട് വർക്ക്സ് ആണ്. അത് ചെക്കോട്ടയിലാണ്, വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. പക്ഷെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ മെറ്റീരിയലാണ്. ബ്ലൗസ് പീസിൽ കട്ട് വർക്ക് വരുന്നില്ല. ആദ്യം തന്നെ ഈ ഒരു സാരിയാണ്. ഇതൊരു പൗഡർഡ് ബ്ലൂ അല്ലെങ്കിൽ ആഷ് കളർ എന്ന് പറഞ്ഞ ഒരു കളറാണ്. അതിൻ്റെ അകത്ത് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈനാണ്. ട്രയാങ്കിളിൻ്റെ അകത്ത് ഇതെല്ലാം ട്വൈൻ കട്ട് വർക്കാണ്. നടുക്കൊരു ഫ്ലവറുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ ഒരു എഡ്ജിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, മുന്താണിയുടെ സൈഡെല്ലാം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, എഡ്ജെല്ലാം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിലും ഉണ്ട് ഒരു പാറ്റേൺ. ഇതുവരെ 2 പാറ്റേൺ ആണ് മുന്താണിയിൽ കൊടുത്തേക്കുന്നത്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഓരോരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്.
റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പം എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഡയറക്ഷൻ മാറ്റിയിട്ടുണ്ട്. ഡയറക്ഷൻ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷോൾഡറിൽ വരുമ്പോൾ 3 അടുപ്പിച്ച് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇപ്പുറത്തെ പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. 3 അല്ല 4 ഉണ്ട് കേട്ടോ, സോറി. ഫ്രണ്ടിൽ 4 ഷോൾഡർ പ്ലീറ്റിൽ 4 വന്നിരിക്കുന്നത്. ഇതുപോലെ 4 ഷോൾഡർ പ്ലീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഇപ്പുറത്തെ ഞെറിഞ്ഞെടുക്കുമ്പോൾ ഇപ്പുറത്തെ പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിലുള്ള പാറ്റേൺ ആണ് 4 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയും വരുന്നുണ്ട്. ഒരു ഡിസൈൻ കാലിൻ്റെ ഈ ഒരു പോർഷനിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിരിക്കുന്നത്. കാലിൻ്റെ അവിടെ ഒന്ന് താഴെ ഇവിടെ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഒരെണ്ണമുണ്ട്. അങ്ങനെ 2 ഡിസൈൻ ഉണ്ട് താഴെ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയിൽ നമുക്ക് ചെസ്റ്റിൻ്റെ ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 4 ഡിസൈനും ചെസ്റ്റിൽ ഒരു ഡിസൈൻ. അപ്പോൾ ഫ്രണ്ടിൽ 5 ഡിസൈനാണ് വരുന്നത്. കാലിൻ്റെ അവിടെ താഴത്തോട്ട് പോകുന്ന പോർഷനിൽ 2 ഡിസൈനാണ്. റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, മുന്താണിയിൽ 2 സൈഡിലും ഓരോന്ന് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ 10 ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. സെയിം കളർ ബ്ലൗസ് പീസ് ആണ് വരുന്നത്. പക്ഷെ ബ്ലൗസ് പീസിൽ കട്ട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഒരു ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസിൽ വർക്കൊന്നും വരുന്നില്ല. ഈ ട്രയാങ്കിൾ വഴിച്ചാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് കൊടുക്കാത്തത്. ഇതിൻ്റെ റേറ്റ്, ഇതൊരു റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2300 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ഡെയിലി വെയർ ആയിട്ട് കൊടുക്കാവുന്ന പറ്റിയൊരു മെറ്റീരിയലും ആണ്. എന്നാൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്ക്, ഒരു ഗെറ്റപ്പ് കിട്ടും നമുക്ക് കട്ട് വർക്കൊക്കെ ചെയ്ത സാരി കൊടുത്തുകൊണ്ട് പോകുമ്പോൾ. അടുത്തത് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ അല്ല, കട്ട് വർക്കാണ്. ഒനിയൻ പിങ്ക് സാരിയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രാൻഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ സാരിയിലും വർക്കാണ്. ഫുൾ സാരിയിലും കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് സ്കാറ്റർ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സെൽഫ് കളറാണ്. എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡ്സ് ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെയിം കളർ ത്രെഡും കൊണ്ട് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ലീഫിൻ്റെ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ മുന്താണിയിൽ നിറച്ചും വർക്കുണ്ട്. സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. എഡ്ജസ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. മുന്താണിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഫുള്ളും ഇങ്ങനെ നിരത്തി പിടിച്ച് 2 ലെയറാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എഡ്ജസ് ഫുള്ളും ഇതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് ഫുൾ ബോർഡർ ഇതുപോലെ തന്നെ ഡിസൈനിങ് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് 2 ലെയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ്. ഇത് പിന്നെ ബോട്ടം പ്ലീറ്റ്സിൽ വരുമ്പോൾ ഗ്യാപ്പ് ഒരു ഇച്ചിരി കൂടും, അത്രയേ ഉള്ളൂ. ഈ ലീഫിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടും. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഈ സാരിയിൽ മൊത്തത്തിൽ 63 ഡിസൈൻസ് ഉണ്ട്. ഇതുപോലത്തെ 63 ഡിസൈൻസ് ഉണ്ട്. 2 എഡ്ജസിലും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ 2 സൈഡിലും. ഇവിടെ അതേ വയറിൻ്റെ അവിടെ ചെരിഞ്ഞ് വരുന്ന അവിടം വരെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സാരിയുടെ ഇതുപോലത്തെ പാറ്റേൺ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 63 ഡിസൈൻസ് ഉണ്ട് ഇതുപോലത്തെ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിനും വിത്ത് ബ്ലൗസ് പീസാണ്. പക്ഷെ ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ ഇല്ല, പ്ലെയിൻ ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത്. ഇത് സാരി ഫോളും വെച്ചേക്കുന്നതാണ്. കട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാരി ഫോളും വെക്കും. അതുപോലെ തന്നെ മുന്താണി അതിൻ്റെ അരികെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 2550 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 5 സാരീസ്. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് വേണോ, അതോ ലേസ് വർക്ക് വേണോ, അതോ കട്ട് വർക്ക് വേണോ, ഏതായാലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ ചെയ്തു തരാം. കസ്റ്റമൈസ് ഓർഡേഴ്സ് എടുക്കുന്നതാണ്. അപ്പോൾ അതായാലും ചെയ്തു തരുന്നതായിരിക്കും. അതല്ല ഈ ഒരു സാരിയിൽ കാണുന്ന സാരിയിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.